നമ്മളിപ്പോൾ ഉള്ളത് തലശ്ശേരിയിലെ പാരിസ് റെസ്റ്റോറൻറ്റിലാണ്. തലശ്ശേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രമുറങ്ങുന്ന നാടാണ്. 1942 സ്ഥാപിതമായ പാരീസ് റെസ്റ്റോറൻറ്റ് ഇന്നും തലശ്ശേരിയിൽ അതേ ഇതിൽ നിലനിന്ന് പോകുന്നു. അവിടെ ഫേമസ് ആയിട്ടുള്ളത് കൈമ അരിയിലുള്ള സവിശേഷമായ ബിരിയാണിയാണ്. അത് ഇന്നും നിലനിർത്തി പോകുന്നു. വളരെ രുചികരമായിട്ടുള്ള ആ ഭക്ഷണം കഴിച്ച് തലശ്ശേരിയുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ ഇന്ന് യാത്ര ചെയ്തു. എന്തൊക്കെയാണ് ചരിത്രങ്ങൾ എന്നല്ലേ? നവോത്ഥാന നായകൻ, ബ്രഹ്മസമാജ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവുമായിരുന്ന അയ്യത്താൻ ഗോപാലൻ തലശ്ശേരിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി കേരളത്തിലെ പ്രഥമ വനിതാ ഡോക്ടറും ആദ്യത്തെ മലയാളി ലേഡി ഡോക്ടറുമായിരുന്ന അയ്യത്താൻ ജാനകി അമ്മാൾ തലശ്ശേരിക്കാരിയായിരുന്നു. സിംഗപ്പൂരിലെ മൂന്നാമത്തെ രാഷ്ട്രപതിയായ CV ദേവൻ നായർ തലശ്ശേരിക്കാരനായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ രചിച്ച O ചന്തുമേനോൻ തലശ്ശേരിക്കാരനായിരുന്നു. ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു എഴുതിയ വ്യക്തി ഹെർമൻ ഗുണ്ടർട്ട് കുറേ കാലം തലശ്ശേരിയിലായിരുന്നു ജീവിച്ചിരുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജന്മനാട് തലശ്ശേരിക്കടുത്ത പിണറായിയാണ്. കേരളത്തിലെ പ്രശസ്തനായ ആക്ഷേപ ഹാസ്യ സാഹിത്യകാരനും സാമൂഹിക വിമർശകനുമായിരുന്ന സഞ്ജയൻ തലശ്ശേരിക്കാരനായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എഴുതിയ വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ തലശ്ശേരിക്കാരനായിരുന്നു. ഇന്ത്യയിലെ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിക്കാരനായിരുന്നു. പ്രശസ്ത ക്രിക്കറ്റ് കളിക്കാരനായ സിക്സർ കുഞ്ഞിപ്പക്കി തലശ്ശേരിക്കാരനായിരുന്നു. CVN കളരി എന്ന കളി സംഘം തലശ്ശേരി ചിറക്കൽ സ്വദേശിയായ CV നാരായണൻ നായർ സ്ഥാപിച്ചതായിരുന്നു. ഇന്ത്യൻ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലൻ തലശ്ശേരിക്കാരനായിരുന്നു. കേരള മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരന്റെ തറവാട് തലശ്ശേരിക്കടുത്ത കണ്ണവുമായിരുന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്ന VP സത്യൻ തലശ്ശേരിക്കാരനായിരുന്നു. മലബാറിലെ ചരിത്ര പുരാതനമായ കച്ചവട കുടുംബമായ K കുടുംബത്തിന് തലശ്ശേരിയിൽ വേരുകളുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ മലയാളിയായ വൈമാനികനും വിമാന പരിശീലകനുമായ മൂർക്കോത്ത് രാമുണ്ണി തലശ്ശേരിക്കാരനായിരുന്നു. പ്രശസ്ത കേക്ക് പാചകക്കാരായ മമ്പള്ളി കുടുംബത്തിലെ മമ്പള്ളി ലക്ഷ്മണൻ തലശ്ശേരിക്കാരനായിരുന്നു. അദ്ദേഹം ഇന്നും മമ്പള്ളി കുടുംബത്തിന്റെ പാരമ്പര്യവും വ്യാഖ്യാതിയും കാത്തു സൂക്ഷിക്കുന്നു. ലോക പ്രശസ്ത പ്ലൈവുഡ് നിർമ്മാണ കമ്പനിയായ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിന്റെ ഉടമയായ AK ഖാദർകുട്ടി സാഹിബ് തലശ്ശേരിക്കാരനായിരുന്നു. ഇന്ത്യയിലെ പ്രശസ്ത സിനിമാ നടിയായിരുന്ന പത്മിനി തലശ്ശേരിയിൽ നിന്നുള്ള ഡോക്ടർ രാമേന്ദ്രന്റെ പത്നിയായിരുന്നു. പ്രശസ്ത ചലച്ചിത്ര താരവും നർത്തകനുമായ വിനീത് തലശ്ശേരിക്കാരനാണ്. പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രം മുൻ മേൽശാന്തി പിണറായി പെരിമന ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കുടുംബം തലശ്ശേരിക്ക് സമീപമാണ്. മലയാള സിനിമാ താരവും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ തലശ്ശേരിക്കാരനാണ്. പ്രസിദ്ധമായ മലയാള ചലച്ചിത്ര രംഗത്തെ സംഗീത സംവിധായകനായിരുന്ന K രാഘവൻ മാസ്റ്റർ തലശ്ശേരിക്കാരനായിരുന്നു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ചരിത്ര സംഭവങ്ങളുള്ള തലശ്ശേരിയിലൂടെ ചെയ്ത യാത്രയുടെ YouTube വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക. ഓക്കെ, ബൈ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.